അമേരിക്ക ഇറാൻ യുദ്ധം അയഞ്ഞും കനത്തും അങ്ങനെ തുടരുമ്പോൾ പ്രവാസികൾക്ക് വലിയ ആശങ്കയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവരെയാണ്. പലരും വെക്കേഷൻ കണക്ക് കൂട്ടി നേരത്തെ കൂട്ടി ടിക്കറ്റുകൾ വരെ എടുത്തു വെച്ചിരുന്നു. വിമാനത്താവളങ്ങൾ അടച്ച സമയത്ത് അവരുടെ നാട്ടിലേക്കുള്ള യാത്രയും മുടങ്ങി. പലരും നാടൊരു സ്വപ്നമായി കണ്ട് ഇന്നെത്തും നാളെ എത്തുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ബന്ധുക്കളെ. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിലെ കമ്പനികൾക്കെല്ലാം കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ. യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതം തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ലാഭം കുറയും, നിക്ഷേപങ്ങൾ മന്ദഗതിയിലാകും, പുതിയ പദ്ധതികൾ നീളും, ടൂറിസം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെയുള്ള മേഖലകൾ സമ്മർദ്ദത്തിലാകും. ഇതെല്ലാം ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയും ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. യുദ്ധം എന്നത് വെറും ബോംബാക്രമണങ്ങളോ സൈനിക ഏറ്റുമുട്ടലുകളോ മാത്രമല്ല. ഒരു യുദ്ധം അവസാനിച്ച ശേഷവും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം തുടരാറുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു മുന്നറിയിപ്പാണ് S&P ഗ്ലോബൽ റേറ്റിംഗ്സ് നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സാധ്യതയാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. യുദ്ധം വീണ്ടും ശക്തമായില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം മാത്രം മതിയാകും ഗൾഫിലെ കമ്പനികളുടെ വളർച്ചയെ ബാധിക്കാനെന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. ഇതിന്റെ പ്രധാന കാരണം ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായ ഹോർമുസിലൂടെ ചരക്ക് കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കപ്പൽ ഗതാഗതത്തിൽ ചെറിയ തടസ്സം പോലും ചരക്കു നീക്കത്തിന്റെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇൻഷുറൻസ് പ്രീമിയം കൂടും, ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കൂടുതൽ സമയമെടുക്കും. ഈ അധിക ചെലവെല്ലാം ഒടുവിൽ കമ്പനികളുടെ ലാഭത്തെ ബാധിക്കും. S&P പറയുന്നത് 2026 അവസാനത്തോടെ ഗൾഫ് മേഖലയിലെ മിക്ക കമ്പനികളുടെയും ലാഭക്ഷമത കുറയുമെന്നാണ്. കാരണം ഉൽപാദനം കുറയുന്നതല്ല, മറിച്ച് ചരക്ക് നീക്കത്തിനുള്ള ചെലവും ഗതാഗത ചെലവും വർദ്ധിക്കുന്നതാണ്. അതിനൊപ്പം കമ്പനികൾ പുതിയ നിക്ഷേപ പദ്ധതികൾ താൽക്കാലികമായി മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. പുതിയ ഫാക്ടറികൾ, ഓഫീസുകൾ, വികസന പദ്ധതികൾ എന്നിവയിൽ ചെലവിടുന്നത് പല കമ്പനികളും പുനഃപരിശോധിക്കും. എല്ലാ മേഖലകളെയും ഒരുപോലെ ഈ പ്രതിസന്ധി ബാധിക്കില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വൈദ്യുതി, ജലവിതരണം, ടെലികോം തുടങ്ങിയ അവശ്യ സേവന മേഖലകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകില്ല. കാരണം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാലും ആളുകൾക്ക് വൈദ്യുതിയും മൊബൈൽ സേവനങ്ങളും ആവശ്യമാണ്. പക്ഷേ ടൂറിസം, ഹോട്ടൽ, വ്യോമഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, ലോജിസ്റ്റിക്സ്, ഗതാഗതം, വാഹന വിപണി, ആഡംബര വസ്തുക്കളുടെ വിൽപ്പന തുടങ്ങിയ ആളുകളുടെ ചെലവിടൽ ശേഷിയെ ആശ്രയിക്കുന്ന മേഖലകളാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുക. ഉദാഹരണത്തിന് ടൂറിസം മേഖല തന്നെ നോക്കാം. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗൾഫ് മേഖലയിലെ പല ഹോട്ടലുകളിലും മുറികളുടെ ബുക്കിംഗ് ഗണ്യമായി കുറഞ്ഞതായി S&P പറയുന്നു. പ്രത്യേകിച്ച് ദുബായിൽ നിരവധി ഹോട്ടലുകൾ നവീകരണത്തിന്റെ പേരിൽ താൽക്കാലികമായി അടച്ചിടുകയോ ആവശ്യക്കാർ വർദ്ധിക്കുന്നത് വരെ കാത്തിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണ്. 2026 അവസാന പാദത്തോടെ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലേക്ക് തിരിച്ചെത്താൻ 2027 അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ ആഘാതം താരതമ്യേന കുറവാണ്. കാരണം ഉംറയ്ക്കും ഹജ്ജിനുമായി തീർത്ഥാടകരുടെ വരവ് തുടരുകയായിരുന്നു. മറുവശത്ത് ചില അന്താരാഷ്ട്ര യാത്രക്കാർ മസ്കറ്റിലേക്ക് വഴിമാറിയതോടെ ഒമാന് ചെറിയ നേട്ടമുണ്ടായെങ്കിലും മേഖലയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതിനാൽ അവിടെയും ഹോട്ടൽ മേഖലയ്ക്ക് തിരിച്ചടി നേരിടുന്നുണ്ട്. ഉപഭോക്തൃ മേഖലയിലും വെല്ലുവിളികൾ ഏറെയാണ്. വിലക്കയറ്റവും ജീവിത ചെലവിന്റെ വർധനവും കാരണം ആളുകൾ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ തുടങ്ങും. ആദ്യം ബാധിക്കപ്പെടുക ആഡംബര വസ്തുക്കളുടെയും വാഹനങ്ങളുടെയും വലിയ ഷോപ്പിംഗ് ഇടപാടുകളായിരിക്കും. വലിയ പ്രവാസി സമൂഹമുള്ള ദുബായ് പോലുള്ള നഗരങ്ങൾക്ക് ഈ ആഘാതം കൂടുതൽ അനുഭവപ്പെടാനാണ് സാധ്യത. എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ, ഗാർഹിക ഉപയോഗ സാധനങ്ങൾ, വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അവശ്യ വസ്തുക്കൾക്ക് ആവശ്യക്കാർ കുറയില്ല. എന്നിരുന്നാൽ അവയുടെ ലാഭവിഹിതവും കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അസംസ്കൃത വസ്തുക്കളുടെ വിലയും ഗതാഗത ചെലവും വർദ്ധിക്കുന്നതാണ്. എണ്ണവാതക മേഖലയിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഉൽപാദനം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിതരണ ശൃംഖലകളും കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്ന് S&P മുന്നറിയിപ്പ് നൽകുന്നു. ഈ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന നിരീക്ഷണം ഈ പഞ്ഞ കാലത്ത് കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല അവരുടെ വിജയത്തെ നിർണ്ണയിക്കുക എന്നതാണ്. പ്രതിസന്ധിക്കിടയിലും ജീവനക്കാരുടെയും നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും വിശ്വാസം നിലനിർത്താൻ കഴിയുമോ എന്നതായിരിക്കും നിർണായകം. അതോടൊപ്പം പുതിയ നിക്ഷേപങ്ങൾ തുടരാനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ മറികടക്കാനും കഴിയുന്ന കമ്പനികളായിരിക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി ഇപ്പോൾ തോക്കിൻ മുനയിൽ നിന്ന് മാറി സമ്പദ് വ്യവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.